തൃണമൂൽ കോൺഗ്രസിൽ മമതാ പക്ഷത്തിന് തിരിച്ചടി. പാർട്ടി ആസ്ഥാനം പിടിച്ചെടുത്ത വിമതപക്ഷം. വിവരങ്ങളുമായി ശ്രീജിത്ത് കെ ജെ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഏറെ നാളായി വലിയ പ്രതിസന്ധിയിലും വിമർശനങ്ങളിലും വലിയ തർക്കങ്ങളിലും ഒക്കെയാണ്. എന്തായാലും മമതാ പക്ഷത്തിന് ഇപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പാർട്ടി ആസ്ഥാനം വിമതപക്ഷം പിടിച്ചെടുത്തിരിക്കുകയാണ്. മമതാ പക്ഷത്തിന് ഇത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പിളർപ്പിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. ആ പിളർപ്പായിരുന്നു 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയത്. ഏതാണ് യഥാർത്ഥ തൃണമൂൽ എന്ന രീതിയിലുള്ള ഒരു കത്ത് 2 പക്ഷവും നൽകിയിരുന്നു. ഒരു മമതാ പക്ഷവും അതോടൊപ്പം തന്നെ വിമതപക്ഷവും 2 പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നൽകിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ചയ്ക്ക് മുൻപായി 2 പേരും തങ്ങളുടെ നിലപാടുകളും രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കണമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം വരാനിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബംഗാളിലെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം വിമതപക്ഷം കൈയടക്കിയിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലെത്തിയ തൃണമൂലിൻ്റെ വിമതപക്ഷ നേതാക്കളാണ് ഈ ഓഫീസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ ഏറ്റെടുത്തത്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഈ ആസ്ഥാനം ഒഴിഞ്ഞു പോകണമെന്ന് കാട്ടി അതിൻ്റെ യഥാർത്ഥ ഉടമ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിവാദങ്ങളും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളും നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിമതപക്ഷം ആ ഓഫീസ് പൂർണ്ണമായി തന്നെ കൈയടക്കിയിരിക്കുന്നത്. ഇനി ഈ ഉടമയുടെ നിലപാട് എന്തായിരിക്കും? ഈ പൂർണ്ണമായി തന്നെ ഈ ഓഫീസ് വിമതപക്ഷത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമോ, അത് ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളെ അറിയാൻ കഴിയും. എന്തായാലും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്നെ പോകുന്നത്. ഒരു പക്ഷത്ത് തങ്ങളുടെ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുകയാണ്. മമതാ പക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നേതാക്കളും ഇതുപോലെ റോഡിലിറങ്ങുമ്പോഴെല്ലാം വലിയ രീതിയിൽ അക്രമത്തിന് ഇരയാകുന്നു. അങ്ങനെ പാർട്ടിയിലെ നേതാക്കൾ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ വിമതപക്ഷം കൂടുതൽ ശക്തി ആർജിക്കുന്നത്. പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആസ്ഥാനം തന്നെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്കെല്ലാം പോവുകയാണ്. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ വിമതപക്ഷം ബംഗാളിൽ ശക്തി ആർജിച്ചു വരികയാണ്. നിലവിൽ 50-ലധികം MLA-മാരാണ് ഇപ്പോൾ ഈ വിമതപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ MLA-മാരുടെ എണ്ണം 20-ൽ താഴെയായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ MP-മാരെ സംബന്ധിച്ചിടത്തോളം 28-29 MP-മാരുണ്ടായിരുന്നതിൽ 20 MP-മാർ ഇപ്പോൾ വിമതപക്ഷത്തോട് ചേർന്നിരിക്കുകയാണ്. ബാക്കിയുള്ള MP-മാർ മാത്രമാണ് മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നത്. എന്തായാലും ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലും ബംഗാൾ രാഷ്ട്രീയത്തിലും എതിരാളികളില്ലാതിരുന്ന മമതാ ബാനർജി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി വിമതപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. അവർ ആവശ്യപ്പെടുന്നത് പാർട്ടിയുടെ ഈ ആസ്തികളും അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസുകൾ, പാർട്ടിയുടെ ചിഹ്നം എല്ലാം തങ്ങൾക്ക് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെല്ലാം വിമതപക്ഷത്തിന് അനുകൂലമായാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുക്കുന്നതാണ് കണ്ടിരുന്നത്. അത് NCPയിൽ ഇത്തരം ഒരു പിളർപ്പുണ്ടായപ്പോൾ വിമതപക്ഷത്തിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായി. ശിവസേനയിൽ പിളർപ്പുണ്ടായപ്പോൾ വിമതപക്ഷത്തിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ വിമതപക്ഷത്തിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുമ്പോഴാണ് ഈ വിമതപക്ഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ പാർട്ടി ഓഫീസുകൾ കൈയടക്കിയിരിക്കുന്നത്. ഇനി മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. മമതാ ബാനർജിയോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജി അടക്കമുള്ളവർ എന്തായിരിക്കും ഇതിൽ പ്രതികരിക്കുന്നത്? അത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, വ്യക്തമാണ്. തൃണമൂൽ കോൺഗ്രസിലാണ് മമതാ പക്ഷത്തിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. പാർട്ടി ആസ്ഥാനം വിമതപക്ഷം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ മമതാ പക്ഷം പ്രതികരിക്കുക എന്ന് തന്നെയാണ് നോക്കിക്കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KG ശ്രീജിത്താണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വിടവാങ്ങൽ ചടങ്ങിന് തുടക്കം. ടെഹ്റാനിലെ ഇമാം ഖുമൈനി മൊസല്ല എന്ന വലിയ പള്ളി സമുച്ചയത്തിനുള്ളിലെ വേദിയിലാണ് ആദ്യത്തെ പൊതുദർശനം. 4 മാസങ്ങൾക്കു ശേഷമാണ് വിടവാങ്ങൽ ചടങ്ങ്. ഇറാനിലും ഇറാഖിലുമുള്ള 5 നഗരങ്ങളിലായി നീളുന്ന ഒരാഴ്ചത്തെ വിലാപയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഖമനയുടെ ജന്മസ്ഥലമായ മഷ്ഹദിലെ ഇമാം റസ പള്ളിയോട് ചേർന്നാണ് സംസ്കാര ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചത്. വിദേശകാര്യ സഹമന്ത്രി
പബിത്ര മാർഗരീറ്റ, ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നൈൻ എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിവിധ മത നേതാക്കളും ആദരം അർപ്പിച്ചു.